അങ്ങനെ റമളാനും കഴിയാനായില്ലേ. നോമ്പ് 30 ദിവസവും നമുക്ക് അൽഹംദുലില്ലാ അർബാബിന്റെ വീട്ടിൽ നിന്ന് ഫുഡ് കിട്ടാറുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഉള്ള കുറച്ച് വീഡിയോസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് നോമ്പ് തുറക്കാണ്ടായിരുന്നു കേട്ടോ. കട്ട്ലറ്റ്, സമൂസ, പൊക്കോട, ബ്രെഡ് പിസ്സ, കരിക്കനി, ജ്യൂസ് കാണിക്കാൻ മറന്നു. അലീസയും റൊട്ടിയും കറിയും നോമ്പ് തുറക്കുന്ന ടൈമിൽ തന്നെ അർബാബിന്റെ അവിടെ നിന്ന് ആദ്യം കൊണ്ടുവരും കേട്ടോ. അവർക്ക് നമ്മുടെ ഈ നാടൻ പൊക്കോടയും കട്ട്ലറ്റും സമൂസയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഡെയിലി ഏതെങ്കിലും 2-3 ഐറ്റം അങ്ങോട്ട് പൊരിച്ചുകൊണ്ടോ. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് മജ്ലിസിലാണ് നോമ്പ് തുറക്കുക. പൊക്കവടയും ജിബൻ സമൂസയും, ജിബൻ എന്ന് വെച്ചാൽ ചീസ് സമൂസ ഡെയിലി കൊണ്ടുപോകും. അതിന്റെ കൂടെ കട്ട്ലറ്റ് അല്ലെങ്കിൽ സമൂസ എന്തെങ്കിലും മാറി മാറി കൊണ്ടുപോകും. അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ ഈ പൊക്കാട. അവരുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കുമെങ്കിലും അതൊക്കെ വേറൊരു ടൈപ്പ് ആണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും അവർക്ക് നമ്മുടെ ഇഷ്ടം. ഇത് റിഗാഗ്, നമ്മൾ റൊട്ടിൻ കറി എന്ന് പറയാ. ചിക്കന്റെ ആണ്. ഇത് കാടയുടെയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിലൊക്കെ ഇത് എങ്ങനെ കഴിക്കാന്ന് ആലോചിച്ചിരുന്ന ആളാണ് ഞാൻ കേട്ടോ. ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് അലീസ, അവർക്ക് ഹരീസ്. ഇതിന് 2 ടൈപ്പ് കിട്ടും കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റും ഭയങ്കര സ്മൂത്തും ആണ്. നല്ല ടേസ്റ്റ് ആണ്. ഇതിന് വൈറ്റ് റൈസ്, അതുപോലെ അതിലേക്ക് വഴുതനങ്ങ പൊരിച്ചിട്ടുള്ള ഒരു മീനിന്റെ കറി അല്ലെങ്കിൽ മസാല, ഇത് മാറി മാറി കിട്ടും. ലക്കേമാത്തിന്റെ ഒന്നും വീഡിയോ അധികം എടുത്തിട്ടുണ്ട്. അതിലൊരു ദിവസം മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. മഷ്ബൂസ് അല്ലെങ്കിൽ അവരുടെ ബിരിയാണി അല്ലെങ്കിൽ വൈറ്റ് റൈസും ചിക്കൻ പൊരിച്ചതും, ഇതിലേതിലും ഒന്ന് ഡെയിലി ഉണ്ടാവും കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത്താഴം വരെയുള്ളൊക്കെ ആദ്യം ക്ലീൻ ആക്കി കേട്ടോ. പിന്നെ അത്താഴം നിസ്കാരം കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്ലീനിങ്ങിന് നിൽക്കും. ഞങ്ങൾക്ക് ഇങ്ങനെ ഫുഡൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഡെയിലി ചോറും കറി ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല. നമുക്ക് ആഗ്രഹമുള്ളപ്പോൾ ഉണ്ടാക്കുന്നു. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഉറക്കം വരുന്നില്ല. അപ്പോൾ കുറച്ച് ഉള്ളിയൊക്കെ നേരെ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നേരാക്കി വെച്ച്, കൂടുതലൊന്നുമില്ല. പിന്നെ ബാക്കി വന്ന ചിക്കൻ ഇത് അതുപോലെ നുള്ളി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാലോ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഇത്രയും ഡിലേ ആവാൻ കാരണം എന്താ വെച്ചാൽ ഹെയ്സുനൊന്ന് ഉറക്കം പോയിരുന്നു അതിന്റെ ഇടയിൽ. അപ്പോൾ ഇനി എന്റെ ഉറക്കത്തിന്റെ ടൈമായി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു.